പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ഫരിസേയരോടും നിയമജ്ഞരോടും ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് തിരുസഭ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. യേശു എത്രമാത്രം കരുതലോടുകൂടിയാണ്, എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ചു പോകുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തനങ്ങളൊക്കെയും ജീവിക്കുമ്പോൾ, നമ്മുടേതായിട്ടുള്ള സുഖത്തിൽ ജീവിക്കുമ്പോൾ, നമ്മുടേതായിട്ടുള്ള സുഖങ്ങൾ തേടിപ്പോകുമ്പോൾ യേശുവിൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മെ അന്വേഷിച്ച് വരുന്നു. നമ്മുടെ സ്വാർത്ഥതകൾ വിട്ടെറിഞ്ഞുകൊണ്ട് ദൈവഹിതം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുവാനായിട്ടുള്ള കൃപകൾ പിതാവായ ദൈവം നമ്മൾക്ക് നൽകട്ടെ. യേശുവിൻ്റെ ഹൃദയത്തെ നമ്മളൊന്ന് വിചിന്തനം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ഹൃദയം ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമാണ്, സ്നേഹത്താൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയം. എന്നാൽ മുള്ളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഒരു കുരിശും അതിന് മുകളിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ഓരോ പ്രാവശ്യവും തെറ്റ് ചെയ്യുമ്പോൾ യേശുവിൻ്റെ ആ ഹൃദയത്തെ നമ്മൾ മുറിപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും യേശു നമ്മെ അണഞ്ഞു പിടിച്ചുകൊണ്ട് നമ്മളെ വളരെ സ്നേഹത്തോടു കൂടി യേശുവിനോടൊപ്പം ആക്കിക്കൊണ്ട് നമുക്ക് ആശ്വാസവും സമാധാനവും സന്തോഷമൊക്കെയും പകർന്നു തരുന്നു, പ്രത്യാശ പകർന്നു തരുന്നു. യേശുവിൻ്റെ ഹൃദയത്തെ നമ്മൾക്ക് വിചിന്തനം ചെയ്യാം. എളിമ നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, അനുസരണയുള്ള ആ ഹൃദയം നമ്മൾക്കും അനുകരിക്കാം. നമ്മുടെ ഓരോ ഭവനങ്ങളിലും നമ്മൾ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസം ആ തിരുഹൃദയത്തിൽ നോക്കി ഒന്ന് യേശുവിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കാം, അനുഭവിക്കാം. അങ്ങനെ യേശുവിൻ്റെ ഹൃദയത്തെ നമ്മൾ വേദനിപ്പിക്കാതെ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം യേശുവിൻ്റെ സ്നേഹിതരായിട്ട് തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.